റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 അതുപോലെ തന്നെ ഗൊറില്ല 450 ഉപയോഗിക്കുന്നവരുടെ ഒരു മെയിൻ പ്രശ്നമാണ് ഈ ഹൈ എൻഡ് സ്പീഡിൽ അതുപോലെ തന്നെ ലോ എൻഡ് സ്പീഡിൽ പോകുമ്പോൾ എൻജിൻ ഒരു ഭയങ്കര രീതിയിലുള്ള സ്ട്രെസ് അനുഭവിക്കുന്നത്. ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ കമ്പനി തരുന്നത് ഒരു പേപ്പർ എയർ ഫിൽറ്ററാണ്. ഈ പേപ്പർ എയർ ഫിൽറ്ററിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഒരുപാട് എയറിനെ ഇൻടേക്ക് ചെയ്യത്തില്ല. ഇൻടേക്ക് ഉള്ളൊരു കുഴപ്പമെന്ന് പറയുന്നത് നമ്മുടെ എൻജിന് കുറച്ച് സ്ട്രെസ് ആയിരിക്കും. ഓക്കെ, നമ്മളിനി ഇത് കൺവേർട്ട് ചെയ്ത് നമ്മളൊരു കോട്ടൺ ഫിൽറ്ററിലോട്ട് മാറും. കോട്ടൺ എയർ ഫിൽറ്ററിലോട്ട് മാറുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് 1/2 bhp കൂടുതൽ കിട്ടും. അതുപോലെ തന്നെ എൻജിനിലോട്ട് കൂടുതൽ എയർ ചെല്ലുന്നതോളം നമ്മുടെ എൻജിൻ കുറച്ചുകൂടെ സ്ട്രെസ് ഫ്രീ ആവും. അപ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ലോ എൻഡിലാണെങ്കിലും ഹൈ എൻഡിലാണെങ്കിലും ആ ഒരു എൻജിൻ പെർഫോമൻസ് അപ്പോൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഇഷ്ടംപോലെ എയർ ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. അതായത് എൻഗേജിൻ്റെ വരുന്നുണ്ട്, KNൻ്റെ വരുന്നുണ്ട്, അതുപോലെ തന്നെ BMCയുടെ വരുന്നുണ്ട്. ഓക്കെ, ഇത് മൂന്നിൻ്റെ ഉള്ളതെന്ന് പറയുന്നത് മൂന്നിലും ഉപയോഗിക്കുന്നത് കോട്ടൺ എയർ ഫിൽറ്ററാണ്. ഐ മീൻ കോട്ടൺ ഫിൽറ്റേഴ്സാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ വില വ്യത്യാസം എന്ന് പറയുന്നത് എൻഗേജിന് ഏകദേശം 3500 താഴെയാകും. അതുപോലെ തന്നെ BMCക്ക് ഏകദേശം 6000 രൂപയുടെ അകത്താവും. ഓക്കെ, ഇനി ഇതിന് ഇത്രയും വില വരാനൊക്കെ കാരണം എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് എന്നുവെച്ചാൽ ഒരു എയർ ഫിൽറ്റർ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ജപ്പാനാണ്, മറ്റേത് ചെയ്യുന്നത് ഇറ്റലിയിലാണ്. ഓക്കെ, ഇനി BMCക്ക് ഇത്രയും റേറ്റ് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് മറ്റേ ഡ്യൂട്ടി അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് ഇത്ര 6000 രൂപ വരുന്നത്. അതേസമയത്ത് എൻഗേജ് എന്ന് പറയുന്നൊരിത് നമുക്കിവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അങ്ങനെ ഇതാകുമ്പോഴത്തേനും നമുക്ക് ഇത്രയും ഒരു ഇത് കിട്ടും. ഒന്ന് ആലോചിച്ചാൽ രണ്ടിലും ഉപയോഗിക്കുന്നത് സെയിം കോട്ടൺ ഫിൽറ്റേഴ്സ് തന്നെ. അപ്പോൾ ഇതിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ആ ഒരു വാല്യൂ വെച്ചാണ് ഈ വ്യത്യാസം വരുന്നത്. ബാക്കി വയസ്സ് എല്ലാം സെയിം തന്നെ. അതുപോലെ തന്നെ 1/2 bhp തന്നെ എന്തിനും രണ്ടെണ്ണത്തിനും കൂടി വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ളത് വാല്യൂ ഫോർ മണി ആയിട്ടുള്ളത് എൻഗേജ് തന്നെ. എൻഗേജ് അല്ലെങ്കിൽ മോട്ടോടോർക്കിൻ്റെ എയർ ഫിൽറ്ററും ഇപ്പോൾ കറൻ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.